അഭിനന്ദ തിരുമേനി, വന്യ റംബാച്ചൻ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രത്യേകിച്ച് ഒരു വലിയ ദൗത്യത്തിനായിട്ട്, ഉത്തരവാദിത്തത്തിനായിട്ട് വലിയ മനസ്സോടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ, പഠിതാക്കളെ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. വിശ്വാസത്തെ ഒന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനും തക്കവണ്ണം വളരെ താല്പര്യത്തോടെ, വലിയ അന്വേഷണ കൗതുകത്തോടുകൂടെയാണ് നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ കുറെ അധികം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. ഇന്ന് ഒരു പുതിയ വിഷയം പഠിക്കുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറായി വന്നിരിക്കുകയാണ്. ഗുരുവായൂർ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ഒരു റിട്ടേൺ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതിന്റെ ഒരു സ്വാഭാവികമായിട്ടൊരു ലെതർജി നമുക്ക് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടാവാം. ഇനിയാവും നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അത്ര എളുപ്പമുള്ള ഒരു വിഷയമാണോ ഇന്ന് പഠിക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ഐ വിൽ സേ ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ ആൻഡ് ഈസി. ബിക്കോസ് നമ്മുടെ ടോപ്പിക്ക് തന്നെ ഇറ്റ്സ് റിസറക്ഷൻ, പബ്ലിക് ഫൈനൽ റിസറക്ഷൻ. നമുക്കറിയാം വാട്ട് ഇസ് റിസറക്ഷൻ എന്നൊരു വിഷയം നമ്മൾ കേട്ടിട്ടുണ്ടാവും. കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. But final resurrection and of course new creation, all these are things about to happen in the future. So we don't have that exact knowledge how such things will be. എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനോ മനസ്സിലാക്കാനോ ഒന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വി ആർ അബൌട്ട് ടു എക്സ്പീരിയൻസ്, വി ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് എന്ന് മാത്രമേ വാസ്തവത്തിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകളിൽ ഒന്നാണ്, അതാണ് റവലേഷൻ എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന്, പിതാക്കന്മാരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെ നമ്മൾ കൃത്യമായി ചേർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ്. ഞാൻ ഒരു സ്ലൈഡ് നമ്മുടെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷന് ഞാനത് ഇവിടെ ഷെയർ ചെയ്യും. വാസ്തവത്തിൽ ഞാനൊരു ജനറൽ ടേം, നമ്മളെപ്പോഴും ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു പേര് ഒരു എസ്കറ്റോളജി എന്ന് തന്നെയാണല്ലോ. സോ വിൽ ബി ഡീലിംഗ് അബൌട്ട് ഓർത്തഡോക്സ് എസ്കറ്റോളജി, ഒരു യുഗാന്ത്യ ശാസ്ത്രത്തെ കുറിച്ചാണ് വാസ്തവം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനെ ഞാൻ പല ഡിവിഷൻസ് ആയിട്ട് ഒന്ന് വേർതിരിച്ച് നമുക്ക് പഠിക്കത്തക്ക രീതിയിലാണ്. സോ ഞാൻ എൻ്റെ സ്ലൈഡ് ഈ സമയത്ത് ഷെയർ ചെയ്യുകയാണ്. കാണാൻ സാധിക്കുമോ? സോ the very term eschatology, നമുക്കറിയാം, നമുക്ക് ഒത്തിരി ലോകിയ എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാക്കുകൾ നമുക്കറിയാം. ലൈക്ക് അല്ലെ, ബയോളജി ഈസ് ഓൾ അബൌട്ട് ദി സ്റ്റഡി ഓഫ് ബയോസ്, അല്ലെ. സുവോളജി ഈസ് ഓൾ അബൌട്ട് ലിവിങ് തിങ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, എസ്കറ്റോളജി ഈസ് ആക്ച്വലി ദി സ്റ്റഡി അബൌട്ട് ലാസ്റ്റ് തിങ്സ്. നമ്മൾ പറയും തിങ്സ് ദാറ്റ് ആർ അബൌട്ട് ടു ഹാപ്പൻ. അപ്പൊ അതിനകത്ത് ഒരു നോർമൽ റീഡിംഗിൽ, ഒരു പ്ലെയിൻ റീഡിംഗിൽ, വി നെവർ കൺസിഡർ അവർ പ്രസന്റ് ലൈഫ് ആസ് പാർട്ട് ഓഫ് ദാറ്റ് എസ്കറ്റോളജിക്കൽ കണ്ടീഷൻ. പക്ഷേ ഒരു ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ഡെത്ത്, ദ സ്റ്റേറ്റ് ഓഫ് ദ ഡെഡ്. ഓഫ് കോഴ്സ് യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹത്തിന്റെ പുനരുദ്ധാനം, സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ഫൈനൽ ജഡ്ജ്മെന്റ് ആൻഡ് അൾട്ടിമേറ്റ് റിവാർഡ് ഓർ റിന്യൂവൽ, ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളെ ഉൾക്കൊള്ളേണ്ട ഒന്നായിട്ടാണ് ഒരു ക്രിസ്ത്യൻ എസ്കറ്റോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമ്മളുടെ പഠനം ആരംഭിക്കുന്നത്. എസ്കറ്റോളജി, സ്റ്റഡി ഓഫ് ലാസ്റ്റ് തിങ്സ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, where do Christian eschatology begin? എവിടെയാണ് വാസ്തവത്തിൽ ഈ ക്രിസ്ത്യൻ എസ്കറ്റോളജി തുടങ്ങുന്നത്? നമ്മളൊക്കെ എപ്പോഴും നടത്തുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ കൗമൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകളാണ്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. അതിനുശേഷം ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞ ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ എപ്പോഴും പറയുന്ന വാക്കുകൾ ഒന്നാണ്, വന്നവനും വരുവാനിരിക്കുന്നവനും. He who has come and is to come. He who has come and is to come. ആ രണ്ട് വാക്കുകൾ നമ്മളൊന്ന് എടുത്ത് ഒന്നുകൂടെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും,
നമ്മൾ അതിന്റെ ടെൻസ് ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഹു ഹാസ് കം എന്ന വാക്ക് എപ്പോഴും അതൊരു പാസ്റ്റ് ടെൻസിലാണ്, കഴിഞ്ഞു പോയൊരു സാധനമാണ്, വന്നവൻ. എന്നാൽ അതേ സമയത്ത് തന്നെ ഹു ഇസ് ടു കം, ഹു ഇസ് അബൌട്ട് ടു കം എന്ന വാക്ക് അതെപ്പോഴും ഫ്യൂച്ചർ. നമ്മൾ ജീവിക്കുന്ന എവിടെയാണ്? വി ആർ ലിവിങ് ആക്ച്വലി ഇൻ ബിറ്റ്വീൻ ദീസ് ടു ഇവന്റ്സ്. ഈ രണ്ട് കാര്യങ്ങളുടെ മധ്യത്തിലാണ് ദ ഹോൾ ക്രിസ്ത്യാനിറ്റി, ദ ഹോൾ ക്രിസ്ത്യൻ ഹിസ്റ്ററി, ദ ഹോൾ ക്രിസ്ത്യൻ ലൈഫ്, ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത്. നമ്മൾ അതുകൊണ്ട് എപ്പോഴും പറയും ക്രിസ്ത്യൻ എസ്കറ്റോളജി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിസ്റ്റന്റ് ഫ്യൂച്ചറിലുള്ള, വളരെ അപ്പുറത്തുള്ള, വലിയ ഭാവിയിലുള്ള ഒരു കാര്യമായിട്ടല്ല നമ്മൾ അതിനെ കാണേണ്ടത്. ഏറ്റവും കുറഞ്ഞത് അതിന് മുമ്പിലേക്ക് നമ്മൾ ഈ ഏദൻ തോട്ടത്തിലെ വീഴ്ച തൊട്ടൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങാൻ പറ്റുമെങ്കിലും, ദ ഫോൾ ഓഫ് ഹ്യൂമൻ ബീയിങ് തൊട്ട് പറയാൻ തുടങ്ങുമെങ്കിലും, നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഇറ്റ് ബിഗിൻസ് വിത്ത് ദ ഇൻകാർണേഷൻ ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടെ എങ്കിലും ക്രിസ്ത്യൻ എസ്കറ്റോളജി ആരംഭിക്കണം. അപ്പം വാസ്തവത്തിൽ പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, വാട്ട് വാസ് ഗോഡ്സ് പ്ലാൻ? വാട്ട് വാസ് ദ പ്ലാൻ ഓഫ് ഗോഡ് ദ ഫാദർ? അത് ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ നഷ്ടമാക്കി കളഞ്ഞ ഒരു പെർഫെക്റ്റ് കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു, അതിന്റെ റീബിൽഡിംഗ് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ എപ്പോഴും അങ്ങോട്ട് പറയത്തില്ലേ, ടു റീകണക്ട് വാസ് ദ പ്രൈമറി എയിം ഓഫ് ഇൻകാർണേഷൻ. വീണ്ടും ഒന്ന് ബന്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോഴ് ശരിക്കും ഇൻകാർണേഷൻ എന്ന് പറയുന്ന ആ മൊമെന്റ് അല്ലെ, അവിടെയാണ് ഈ ഇറ്റേണൽ റിലേഷനിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാനുള്ള അടുത്തൊരു പരിശ്രമം ആരംഭിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് എസ്കറ്റോളജി ബിഗാൻ അറ്റ് ദ ഇൻകാർണേഷൻ ഇവന്റ്. അവിടെ ആരംഭിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നത്. റിജോച്ചന് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും ഞാനൊരു വളരെ ഫേമസ് ആയ ഒരു നേറ്റിവിറ്റിയുടെ ഒരു ഐക്കൺ നമുക്ക് അറിയാമല്ലോ. ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ ഇങ്ങനെയാണ്, ബോൺ ടു ഡൈ ഫോർ ദ ന്യൂ ക്രിയേഷൻ. എന്തിന് യേശുക്രിസ്തു ജനിച്ചു എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫ്രം ദ വെരി മൊമെന്റ് ഓഫ് ഹിസ് ബർത്ത് ജീസസ് ക്രൈസ്റ്റ് he willingly took on mortality to defeat death. നിങ്ങൾ ആ ഐക്കൺ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും, അവിടെ ഇൻഫന്റ് ജീസസ്, ബേബി ജീസസിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് വാസ്തവത്തിൽ അല്ലെ ഒരു കോഫിൻ പോലെ തോന്നുന്ന ഒരു പേടകത്തിനകത്ത് ഒരു ബെറിയൽ റാപ്പിങ്ങോടുകൂടിയാണ് വാസ്തവത്തിൽ കർത്താവിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ പുൽക്കൂടെന്ന് പറയുന്ന താരാട്ടു പാടേണ്ട സ്ഥലം, ഇറ്റ് ലുക്സ് ലൈക്ക് എ കോഫിൻ ബിക്കോസ് ഹി വാസ് സ്പെസിഫിക്കലി ബോൺ ടു ഡൈ ഓൺ ദ ക്രോസ്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, ഹി വാസ് ബോൺ ടു ഡൈ ഫോർ ദ ന്യൂ ക്രിയേഷൻ അല്ലെ. അപ്പോഴ് പിന്നീട് നടക്കേണ്ട മരണമോ റെസറക്ഷനോ അല്ലെങ്കിൽ ബാക്കി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളുടെയോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം തന്നെയായിരുന്നു. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സാൽവേഷൻ എന്ന് മറന്നു പോകരുത്. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പാർട്ട് 1 അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് 1 എന്ന് പറയുന്നത് ക്രിസ്ത്യൻ എസ്കറ്റോളജി ആരംഭിക്കുന്നത് എപ്പോഴും ഓർത്തോണം, യേശു ക്രിസ്തു വന്നത് ആത്യന്തികമായി ഞങ്ങളെ വീണ്ടും ഒന്ന് കണക്ട് ചെയ്യുവാനായി, ഞങ്ങളുടെ ഒരു വീണ്ടെടുപ്പിനായിട്ട്. അവന് ബാക്കി കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി, ഇനി നടക്കുവാൻ നല്ല പ്രോസസ്സിലൂടെയും കടന്നു പോയതും പോകാനിരിക്കുന്നതുമായ കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് എവറിത്തിങ് ബിഗാൻ വിത്ത് ഇൻകാർണേഷൻ. അതൊരു കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ്. ഹിസ് ഇൻകാർണേഷൻ, ഹിസ് ഡെത്ത്, ഹിസ് റെസറക്ഷൻ, തിങ്സ് അബൌട്ട് ടു കം, ഈ കാര്യങ്ങളൊക്കെ അവിടെ ആരംഭിക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയുമാണ്. സോ ഇറ്റ്സ് ജസ്റ്റ് എ സമ്മറി. ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഇത് കഴിയുമ്പോൾ. ഇറ്റ്സ് ജസ്റ്റ് എ സമ്മറി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് സമ്മറൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ക്രൈസ്റ്റ് സെന്റേർഡ് ഹിസ്റ്ററി ആണ്, വന്നവനും വരുവാനിരിക്കുന്നവനും ഇടയ്ക്കുള്ള ക്രൈസ്റ്റ് സെന്റേർഡ് ഹിസ്റ്ററി ആണ്. ബോൺ ടു ഡൈ, ഇതൊരു യൂണിഫൈഡ് മൂവ്മെന്റ് ആണ്. ഇൻകാർണേഷൻ മുതൽ ആരംഭിച്ച ഈ കർത്താവിന്റെ, അതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പറയുന്ന ഒരു ആശയമാണ്, കർത്താവേ നിന്റെ ജനനം, നിന്റെ മരണം അല്ലെ, നിന്റെ പുനരുത്ഥാനം, അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ വിശുദ്ധ കുർബാനയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇവയെല്ലാം ഞങ്ങൾ ഓർക്കുന്നു, മനുഷ്യരെയും മാലാഹമാരെയും ഒരേ വേദിയിൽ നിർത്തുന്ന നിന്റെ പുനരാഗമനത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് വി ആർ ആക്ച്വലി പാർട്ട് ഓഫ് ദിസ് കണ്ടിന്യൂസ് മൂവ്മെന്റ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ആൻഡ് ദി സെക്കൻഡ് പോയിന്റ്, ഞാൻ യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് ഒത്തിരി ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ടൈം ലിമിറ്റ് നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട്
ഇതിനകത്ത് പാസീവായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ദ സെക്കൻഡ് മെയിൻ പോയിന്റ് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസിന്റെ ഭാഗമായിട്ട് കൂടെ നമുക്ക് അങ്ങനെ ഒരു ഹെഡ്ലൈൻ വന്നതുകൊണ്ട് രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ റെസറക്ഷൻ എന്നുള്ള ഒരു ആശയമാണ്. നമ്മളെപ്പോഴും ഈ റെസറക്ഷനെ കാണുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ കഥ പഠിക്കുന്ന സമയത്ത് പണ്ട് നടന്ന ഒരു കാര്യം യേശുക്രിസ്തുവിന്റെ ആ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് such an event happened in the past. പക്ഷെ ഒരിക്കലും എസ്കറ്റോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതിനെ ഒരു പാസ്റ്റ് ഇവന്റ് ആയിട്ട് നമ്മൾ പറയുകയല്ല. അത് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്, നമുക്കറിയാം. പക്ഷെ നമ്മൾ എപ്പോഴും പറയും ഇറ്റ് ഇസ് ദ അൾട്ടിമേറ്റ് ഫ്യൂച്ചർ ബ്രേക്കിംഗ് ഇൻ ടു ദ പ്രസന്റ്. ഭാവിയിൽ നടക്കാനിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിനെ ത്രൂ റിസറക്ഷൻ, ത്രൂ ദ ഇവന്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, ഹി ജസ്റ്റ് ബ്രോട്ട് ടു ദ പ്രസന്റ്. അപ്പൊ 3 കാലങ്ങളെ പാസ്റ്റിൽ നടന്ന കാര്യമാണ്, പക്ഷെ ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം പ്രസന്റിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ദ പ്രൈമറി എസ്കറ്റോളജിക്കൽ event that proves the new age of God's kingdom has officially arrived. ശരിക്കും അതൊരു ഒഫീഷ്യൽ ലോഞ്ച് ആയിരുന്നു. എന്തിന്റെ? ആ വരുവാനിരിക്കുന്ന ന്യൂ ഏജിന്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ച്, ഒരു പ്രൊക്ലമേഷൻ ആയിരുന്നു, ഒരു ഡിക്ലറേഷൻ ആയിരുന്നു വാസ്തവത്തില് ഈ റെസറക്ഷൻ എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കാലം മുതൽക്ക് തന്നെ പലർക്കും സംശയം ഉണ്ടായിരുന്നു, ഇത് ശരിക്കും ഒരു സ്പിരിച്വൽ ഇവന്റ് മാത്രമാണോ? അല്ലെ? ശരിക്കും കർത്താവ് തന്നെ പറയുന്നുണ്ട്, എന്നെ തൊട്ടു നോക്ക്, ഭൂതത്തിന് എന്നെ പോലെ കൈയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുവിശേഷകന്മാർ മുതൽ പറയാൻ ശ്രമിച്ച ഒരു കാര്യമാണ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സിമ്പിൾ എ സ്പിരിച്വൽ ഇവന്റ്. നമ്മൾ എപ്പോഴും അതുകൊണ്ട് പറയുന്ന വാക്കുകളിൽ ഒന്നാണ്, ഒരു ടെക്നിക്കൽ ടേം തന്നെയാണ്, ഇറ്റ് ഇൻവോൾവ്സ് റിസൺ ലോർഡ് ഇൻ സം സോർട്ട് ഓഫ് എ സോമാറ്റിക് എക്സിസ്റ്റൻസ്. സോമാറ്റിക് എന്ന വാചകം നമ്മൾക്ക് അറിയാവുന്നതാണ്, എ ബോഡിലി എക്സിസ്റ്റൻസ്. സോമ എന്ന വാക്ക് ഗ്രീക്ക് പദമാണ്, ശരീരം എന്നുള്ളതിന് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഉദ്ധിതനായ കർത്താവ് അതൊരു ആത്മീയമായ ഉയർപ്പ്, മരണത്തെ വിട്ട് ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ ഒരു സോളായ ഒരു സ്പിരിറ്റായിട്ട്, അങ്ങനെയല്ല. നിർബന്ധമായിട്ടും ഒരു ഫിസിക്കൽ ബോഡിയുടെ പ്രസൻസ് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ആൻ എക്സിസ്റ്റൻസ് ഓഫ് എ ഡിഫറെന്റ് ഓർഡർ. യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുൻപ് അല്ലെങ്കിൽ കബറടക്കത്തിന് മുൻപുണ്ടായിരുന്ന കാഴ്ചയ്ക്ക് ശരീരമെന്ന് തോന്നുമ്പോഴും അല്ലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കർത്താവിന് അതേ സമയത്ത് തന്നെ അടച്ചിട്ട മുറിയുടെ ഉള്ളിലേക്ക് കടക്കാനും സാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഇറ്റ് വാസ് എ സോമാറ്റിക് റെസറക്ഷൻ, ബട്ട് ഓഫ് കോഴ്സ് വിത്ത് ഓർ ഇൻ എ ഡിഫറെന്റ് ഓർഡർ എന്ന് നമ്മൾ പറയുന്ന ഒരു വാചകമാണ്. ഞാൻ എന്നെ ഒന്ന് റിലേറ്റ് ചെയ്യുകയാണ്. ഒരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. ഹി കുഡ് ബി ഹെൽഡ്, തൊടാൻ പറ്റുമായിരുന്നു അല്ലെ. പോസസ് റിയൽ ഫ്ലഷ് ആൻഡ് ബോൺ. അവന് ശരീരവും അവന്റെ അസ്ഥികളും ഒക്കെ ഉണ്ട് അല്ലെ. മുറിവുകൾ അതുപോലെ ഉണ്ടായിരുന്നു. അവൻ ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം അവന്റെ ഫിസിക്കൽ പ്രസൻസ് കാണിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ എഴുതേണ്ട വാക്കുകളിൽ ഒന്നാണ് ഹിസ് ഗ്ലോറിഫൈഡ് ബോഡി. തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം. While completely real and physical, his glorified body was no longer restricted by physical limits. അല്ലെ? പാസിംഗ് ത്രൂ ലോക്ക് ഡോർസ്. ഏറ്റവും വലിയ തെളിവ്, ഉയർപ്പിന്റെ ഏറ്റവും വലിയ തെളിവ് നമുക്കറിയാം, അത് ദാറ്റ് വാസ് ആൻ എംപ്റ്റി ടൂംബ് അല്ലെ. ഒഴിഞ്ഞൊരു കല്ലറ, വലിയ കല്ലുകൊണ്ട് അടച്ചിരുന്ന കല്ലറ, അത് തുറന്ന് അകത്തായിരുന്നവൻ പുറത്തു വരുന്ന, അല്ലെങ്കിൽ അടച്ചിട്ടിരുന്ന വാതിലിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന, ഇതൊക്കെയാണ് ആ ഡിഫറെന്റ് ഓർഡർ എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ. കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും എന്തുകൊണ്ടാണിത് നമ്മൾ ഇന്ന് പഠിക്കേണ്ട ആവശ്യം, എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമുക്ക് സിഗ്നിഫിക്കന്റ് ആവുന്നത് എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഒരിക്കൽ കൂടെ പറയുകയാണ്, റെസറക്ഷൻ അത് വെറുതെ ഒരു ഇവന്റ് അല്ല, അതൊരു 3 കാലങ്ങളെ യോജിപ്പിച്ചു. അത് ഒരു സ്പിരിച്വൽ ഇവന്റ് അല്ല, ഒരു സൊമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ബോഡിലി എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇറ്റ് വാസ് എ ബോഡി ഓഫ് എ ഡിഫറെന്റ് ഓർഡർ എന്ന് നമ്മൾ പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് പറയുന്ന വാക്കുകളിൽ ഒന്നാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. Your faith is in vain, our preaching is in vain. അല്ലെ?
ഇതൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറയുകയാണ്. അതായത് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, that was really, crucial, that much important for the early Christians. What? The great event of resurrection. ഒരു 3 കാരണം നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പുനരുത്ഥാനത്തിന് ഇത്ര പ്രാധാന്യം, കർത്താവിന്റെ ഉയർപ്പിന് ഇത്ര പ്രാധാന്യം? അതിൽ ഒന്നാമത്തേത് അദ്ദേഹത്തിന് ആ വാക്കിനകത്ത് പ്ലെയിൻ ആയിട്ട് പറയുന്ന കാര്യമാണ്. കാരണം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അല്ലെ, our preaching and faith are empty. He explicitly states that if Christ has not been raised, the entire gospel message collapses. The pastoral preaching is useless and our personal faith is completely empty. എന്നാൽ അതിലും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, പുനരുത്ഥാനമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ആൾ ആരായിരുന്നു? He was like any other teacher. കുറെ കാലം ജീവിച്ചിരുന്ന് പ്രസംഗിച്ച് പഠിപ്പിച്ച് കുറെ ശിഷ്യന്മാരെ ഉണ്ടാക്കി അവസാനം മരിച്ചുപോയ ഏതൊരു ഒരു ടീച്ചറും മാത്രം ആവുകയായിരുന്നു യേശു ക്രിസ്തു എന്ന് പറയുന്ന ആൾ. വിത്തൗട്ട് റിസറക്ഷൻ would not be truly God, and Christianity itself would be a massive historical lie. ഒരിക്കലും ഈ പുനരുത്ഥാനം എന്നൊരു ആശയമില്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനിറ്റി വളരില്ലായിരുന്നു എന്നുള്ളതാണ് പൗലോസ് ശ്ലീഹ പറയുന്ന രണ്ടാമത്തെ കാരണം. 3, അത് കുറെ കൂടി തിയോളജിക്കൽ റീസൺ ആണ്. എന്ത്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ it means his death on the cross failed to conquer the power of the grave. Humanity would remain permanently trapped in sin, completely cut off from God and dead in their transgressions. നമ്മൾ അൾട്ടിമേറ്റ്ലി പറയുന്ന പുതുക്കം എന്ന് പറയുന്ന, റിന്യൂവൽ എന്ന് പറയുന്ന ആ വലിയ ഗിഫ്റ്റ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം ഇല്ലായിരുന്നുവെങ്കിൽ ആർക്ക് കിട്ടില്ലായിരുന്നു? ഹ്യൂമൻ റേസിന് കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. സോ ഇങ്ങനെ 3 കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. എവ്രിതിങ് ഈസ് ബേസ്ഡ് ഓൺ ദ ഗ്രേറ്റ് ഇവന്റ് ഓഫ് റെസറക്ഷൻ എന്ന് പറയുക. നമ്മൾ ഇനിയുമാണ് ചിന്തിക്കുന്നത്, അങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ട് വാട്ട് ഫോർ us? എന്താണ് വിശ്വാസിക്ക് ഈ പുനരുദ്ധാനം നൽകുന്ന വലിയ ഉയർപ്പ്? നമ്മൾ ചിന്തിക്കണം. ഇനി പൗലോസ് അപ്പോസ്തലന്റെ തന്നെ 2 ഉദാഹരണങ്ങളെയാണ് ഉദാഹരിക്കുവാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദ ഫസ്റ്റ് ഫ്രൂട്ട് ഇമേജറി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, ഞാൻ അവിടെ റെഫറൻസ് എഴുതാൻ മറന്നുപോയി, 1 Corinthians 15 1 Corinthians 15. 1 Corinthians 15 ആണ് റെസറക്ഷനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു ട്രീറ്റൈസ് എന്ന് പറയുന്നത്. സെയിന്റ് പോൾ നടത്തുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രബന്ധമാണ് 1 Corinthians 15 എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഏറ്റവും മനോഹരമായ ഒരു ഇമേജറിയാണ്, ഒരു മെറ്റഫർ ആണ് വാസ്തവത്തിൽ ദ ഫസ്റ്റ് ഫ്രൂട്ട് ഇമേജറി എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവരുടെ ആദ്യ ഫലമാണ്. വാസ്തവത്തിൽ പഴയ നിയമകാലത്തെ ഒരു അഗ്രികൾച്ചറൽ ഇമേജ് ആണ്. അത് വെച്ചാണ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ സെയിന്റ് പോൾ വിളിക്കുന്നത്. He uses a vivid Old Testament agricultural image by calling risen Christ what? The first fruits of all those who have fallen asleep. ഒന്നാലോചിച്ച് നോക്കി, ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആദ്യ ഫലം, ഒരു വലിയ ക്രോപ്പ് ഉണ്ട്, ഒരു വലിയ വിളയുണ്ട്. ആ വിളയുടെ ആദ്യത്തെ ഫലം എടുത്ത് നമ്മൾ ദേവാലയത്തിൽ കൊണ്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫറിംഗ് എന്ന് പറയുന്നത്. ആദ്യ ഫലം കൊണ്ട് കൊടുക്കുകയാണ്, അല്ലെ? വാസ്തവത്തിൽ ആദ്യ ഫലം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൂഫ് ആൻഡ് ഗ്യാരണ്ടി ഓഫ് വാട്ട്? എന്തിന്റെയാണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയാം, എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യ ഫലം കട്ട് ചെയ്ത് നമ്മൾ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്? അതിന്റെ ലളിതമായ അർത്ഥം, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ വാഴയൊക്കെ കൃഷി, നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു വാഴ കൃഷി. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഓണമൊക്കെ ആകുമ്പോഴത്തേനും വാഴക്കൊലയൊക്കെ ഏത്തക്കൊലയൊക്കെ ആവും, അല്ലെ? അപ്പൊ ആദ്യത്തെ കൊല വെട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മിക്കവാറും ബാക്കി കൊലയെല്ലാം ഇങ്ങനെ ആയി വരുന്നു, അല്ലെ? എല്ലാം അത് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ പരുവം, അതിന്റെ നമ്മുടെ ഭാഷ പറയും വിളവ്, അല്ലെ, റെഡി ആയി കഴിഞ്ഞു. ബാക്കിയല്ല, the rest of the massive harvest is on its way. ഒരെണ്ണം റെഡിയായി, ആദ്യത്തേതായി, ബാക്കിയെല്ലാം on its way എന്നാണ് വാസ്തവത്തിൽ ഈ ആദ്യ ഫലം. ഇവിടെ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്,
ആ വലിയ പ്രോസസ് ഇസ് അബൌട്ട് ടു ബിഗിൻ. ഏത് പ്രോസസ്? നമ്മൾ പറയുന്ന ഫൈനൽ റെസറക്ഷൻ എന്ന് പറയുന്ന ആ എല്ലാവരുടെയും പുനരുദ്ധാനം എന്ന് പറയുന്ന ആ വലിയ പ്രോസസ് തുടങ്ങാറായിരിക്കുന്നു. തുടങ്ങാറായതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് റെസറക്ഷൻ ഒരു വിശ്വാസിക്ക് പ്രാധാന്യം അർഹിക്കുന്നത് ചോദിച്ചാൽ ഇതാണ് അതിന്റെ കാരണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും ആ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന ഏറ്റവും വലിയ സൂചന എന്ന് പറയുന്നത്. ഇനിപ്പുറത്ത് എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്നു. ഫിസിക്കൽ റെസറക്ഷൻ, ജീസസ് ഫിസിക്കൽ റെസറക്ഷൻ ഈസ് നോട്ട് ജസ്റ്റ് an isolated phenomenon or stand alone anomaly. അതങ്ങനെ ഒരിക്കലായിട്ട് നടന്നു പോയ ഒരു സാധനം മാത്രമൊന്നും അല്ല. He's the first ripe fruit of a completely transformed human nature. His resurrection serves us. നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ് അല്ലെ, the structural down payment. അത് വാസ്തവത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ നേരം നമ്മൾ ആദ്യം ഒരു ഡൗൺ പേയ്മെന്റ് ഇടും അല്ലെ. ആ ഡൗൺ പേയ്മെന്റിന്റെ പുറകെ ബാക്കി കാര്യങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ അരബോൺ എന്ന് പറയുന്ന ഡൗൺ പേയ്മെന്റ് ആണ് വാസ്തവത്തിൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത്, യേശു ഉയർപ്പെന്ന് പറയുന്നത്. ആൻഡ് കോസ്മിക് ഗ്യാരണ്ടി that the rest of human harvest, that means the universal resurrection of all mankind, and is legally and biologically bound to follow. So അതാണ് റെസറക്ഷന്റെ ഒരു ഇമ്പാക്ട് ഓരോ വിശ്വാസിയിലും വരേണ്ടത്. യേശുവിന്റെ ആ വലിയ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ വലിയ ഉറപ്പാണ് ലീഗലി ആൻഡ് ബയോളജിക്കലി യൂണിവേഴ്സൽ റെസറക്ഷൻ ഓഫ് ഓൾ മാൻകൈൻഡ് ഈസ് ബൗണ്ട് ടു ഫോളോ എന്ന് പറയുന്നത്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ വിളിക്കുന്ന ഒന്നാമത്തെ ഒരു ഇമേജറി എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഫ്രൂട്ട് ഇമേജറി നമുക്ക് വിളിക്കാം കർത്താവിന്റെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട്. അതേ അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ മുമ്പോട്ട് വെക്കുന്ന രണ്ടാമത്തെ രാശിയം തന്നെയാണ് ദ ആഡം ക്രൈസ്റ്റ് ടൈപ്പോളജി എന്ന് പറയുന്നത്. ആദാമിനെയും കർത്താവിനെയും തമ്മിൽ പൗലോസ് ശ്ലീഹ ഇങ്ങനെ താരതമ്യപ്പെടുത്തുകയാണ്. പൗലോസിന്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകം ഇങ്ങനെയാണല്ലോ, for as in Adam all die, even so in Christ all shall be made alive. ആദാമിൽ എല്ലാവരും മരിച്ചതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ആദാമിൽ എല്ലാവരും മരിച്ചുവെന്ന് എല്ലാവർക്കും അറിയാം. ആദാം പാപം ചെയ്തു, ആ പാപത്തിൽ മനുഷ്യകുലം മുഴുവൻ വീണുവെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ പറയുകയാണ്, ആദാം ടൈപ്പ് ആണെങ്കിൽ, ഇഫ് ഹീസ് ദ ടൈപ്പ്, ദ ഓൾഡ് ബ്ലൂ പ്രിന്റ്, ക്രൈസ്റ്റ് ഇസ് ആന്റി ടൈപ്പ് അല്ലേ. ആദാം അനുസരണക്കേട് കാട്ടിയെങ്കിൽ, ഒരുവന്റെ അനുസരണക്കേടിനാൽ പാപം ലോകത്തിലേക്ക് വന്നുവെങ്കിൽ, ത്രൂ അനദർ വൺസ് ഒബീഡിയൻസ്, മറ്റവന്റെ, യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മറ്റവന്റെ അനുസരണത്താൽ നീതീകരണം ലോകത്തിലേക്ക് വരികയാണ് അല്ലെ. So every major failure of first Adam is perfectly answered, healed and reversed by the obedience of Christ. ശരിക്കും പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് ഗാർഡനുകളുണ്ട്. ആദവുമായിട്ട് ബന്ധപ്പെട്ട് വി ഹാവ് എ ഗാർഡൻ ഓഫ് ഈഡൻ. അവിടെ ഡിസൊബീഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസ് ആയിരുന്നുവെങ്കിൽ, ഹിയർ വി ഹാവ് അനദർ ഗാർഡൻ, എ ഗാർഡൻ ഓഫ് ഗെത്സമീൻ. അവിടെ ശരിക്കും നമ്മൾ കാണുന്നത് തന്നെയാണ് ഒബീഡിയൻസ് ആണ്. രണ്ട് ഗാർഡൻസ് ആണ്. ഒരു ഗാർഡൻ ഡിസൊബീഡിയൻസിന്റെ പ്രതീകവും മറ്റേ ഗാർഡൻ ഒബീഡിയൻസിന്റെ വലിയ വലിയ അനുഭവമാണ് അല്ലേ. കർത്താവ് പറയുന്നത് നോട്ട് ആസ് ഐ വിൽ ബട്ട് ആസ് യു വിൽ, നീ പറയുന്നത് പോലെ. അപ്പൊ അങ്ങനെ ഒരു വലിയ അനുഭവത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. മൂവിങ് ഫോർവേഡ്, ഇത് കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് കേവലം പറഞ്ഞു പോവുകയല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, ആക്ച്വലി പ്രത്യേകിച്ച് നമ്മുടെ സാക്രമെന്റൽ ലൈഫിൽ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മറന്നു പോകരുത് അല്ലെ. കർത്താവിന്റെ പുനരുദ്ധാനം അതൊരു സൂചനയാണ്, മുമ്പിലേക്ക് നോക്കുന്ന എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സൂചനയാണെന്ന് പറയുകയാണെങ്കിൽ, എ ബിലീവർ throughout his life, in his day-to-day life, through the sacraments, he is actually experiencing this resurrection അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ് ഹോളി ബാപ്റ്റിസം അല്ലെ. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്ന ദർശനങ്ങളിൽ ഒന്നാണ്, ഒരു വിശ്വാസിയെ അല്ലെ, അദ്ദേഹത്തിന്റെ മരണത്തിലാകുന്നു നിങ്ങൾ മാമോദീസ മുങ്ങിയത് എന്ന് നിങ്ങൾ മറന്നു പോകരുതെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. When a believer is immersed into water, he undergoes a mystical burial with Christ. When he emerges,
he share directly in his resurrection. ഓരോ മാമോദീസായും അല്ലെങ്കിൽ നമ്മൾ മാമോദീസ ഏറ്റപ്പോൾ നമ്മളൊരു ഒരു ഒരു പ്രതിജ്ഞയാണ് വാസ്തവത്തിൽ ഏത് ആ യേശു ക്രിസ്തുവിന്റെ റെസറക്ഷൻ എന്ന ഗ്രേറ്റ് ഇവന്റിന്റെ അവകാശികളായിട്ട്. സോ ഇറ്റ്സ് എ സ്ട്രക്ചറൽ റെസറക്ഷൻ ഓഫ് ഹ്യൂമൻ സോൾ ആൻഡ് സ്ട്രിപ്പിംഗ് അവേ ഓഫ് ആഡംസ് ഡൈയിങ് ബ്ലൂ പ്രിന്റ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു ഡൈയിങ് ബ്ലൂ പ്രിന്റ് ബിഫോർ ദ ഫൈനൽ ഡേ അറൈസ്. സോ holy baptism is very much symbolic of resurrection of our Lord and Savior Jesus Christ. Holy Eucharist നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ് അല്ലെ, ഫീസ്റ്റിംഗ് ഓൺ ദ ട്രീ ഓഫ് ലൈഫ് നമ്മൾ പറയും. നമ്മൾ ആദ്യമായിട്ടൊരു കുഞ്ഞിനൊക്കെ വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് നമ്മൾ പാടുന്ന പാട്ടും അങ്ങനെ തന്നെയല്ലേ, പറുദീസയിൽ ആദാം രുചി നോക്കാത്ത ജീവവൃക്ഷത്തിന്റെ ഫലം ശിശുവെ നിന്റെ വായിൽ ഞാൻ വെക്കുന്നു. ആ ജീവവൃക്ഷം കർത്താവാണ് അല്ലെ. The divine liturgy we did not consume a mere historical memory. കർത്താവ് പണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നുള്ളതിന്റെ കേവലം ഓർമ്മയല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത റിയൽ ബേണിംഗ് റിസറക്റ്റഡ് ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് പലപ്പോഴും മെഡിസിൻ അമർത്യതയുടെ ഔഷധം അല്ലെ, ഫാർമാക്കോൺ അത്താനാസിയാസ് എന്ന് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്തിയോസ് ഒക്കെ വിശുദ്ധ കുർബാനയെ വിളിക്കുന്നത് മനുഷ്യന്റെ ഹ്യൂമൻ ഡീക്കേ അല്ലെ, അത് നമ്മുടെ ശരീരത്തോട് നമ്മുടെ ഹ്യൂമാനിറ്റിയോട് ചേർന്ന് നിന്നിരുന്ന ആ ജീർണത എന്ന അനുഭവത്തെ മാറ്റിയിട്ട് പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാണ് വാസ്തവത്തിൽ വിശുദ്ധ കുർബാന. അപ്പം whenever we participate, whenever we receive holy kurbana, the holy eucharist, we should feel like we are experiencing what the resurrection of Jesus Christ. അപ്പം വിശുദ്ധ മാമോദീസായിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഓക്കെ ഞാൻ ചേർത്ത് എഴുതിയൊരു കാര്യമാണ് ദ വീക്ക്ലി സൈക്കിൾ ആൻഡ് സൺഡേ. വിശുദ്ധ കുർബാന സൺഡേ വർഷിപ്പ് നമുക്കൊക്കെ ഉണ്ട്. പലപ്പോഴും ഞായറാഴ്ച നമുക്കറിയാം 7 ദിവസമാണ് ഒരു വീക്ക്ലി സൈക്കിൾ എന്ന് പറയുന്നത്, ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടി വിവരണം നടത്തുന്ന 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, അങ്ങനെ 7-ാം ദിവസം ദൈവം എല്ലാത്തിനെയും ശുദ്ധീകരിച്ച് സൃഷ്ടിച്ചു തീർക്കുകയാണ്. അത് ക്രിയേഷന്റെ സൈക്കിളാണ്. ഇവിടെ ഒരു ന്യൂ ക്രിയേഷന്റെ ബിഗിനിങ് ആണ്. ആ ട്രഡീഷണൽ ക്രിയേഷൻ സൈക്കിൾ മാറ്റിയിട്ട് വെരി ഓഫൺ പിതാക്കന്മാർ പലപ്പോഴും they consider Sunday as the 8th day. 8-ാം ദിവസമാണ്. The day that transcends the standard 7-day cycle of the decaying world. സൃഷ്ടിയുടെ 7 ദിവസത്തെ കഥകൾക്ക് ഒരു ജീർണതയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് സൃഷ്ടിയാണെങ്കിൽ we have a new creation. 7 ദിവസത്തെ കഥയല്ല. ആൻഡ് സൺഡേ is the first day. No, it's the 8th day of the week. അല്ലെ, അങ്ങനെ ഒരു ദർശനം പ്രത്യേകിച്ച് പുതുഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ വിശുദ്ധ പെങ്കീസായുടെ സദറായിൽ ഈ വാചകമുണ്ട്, ഞായറാഴ്ച 8-ാം ദിവസം എന്ന ദർശനത്തെ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കുന്നുണ്ട്. ഞായറാഴ്ച 8-ാം ദിവസം, ഞായറാഴ്ച ആഴ്ചവട്ടത്തിന് 1-ാം ദിവസമല്ല, ഞായറാഴ്ച 8-ാം ദിവസം. വീണ്ടും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ, എവറി സിംഗിൾ സൺഡേ ഇസ് എ മിനി കെംദ. ഓരോ ഞായറാഴ്ചയും സഭ വാസ്തവത്തിൽ ഈ കെംദായുടെ അനുഭവത്തെ റിയൽ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. റിയൽ ടൈം എക്സ്പീരിയൻസ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. സഭ അത്ര കണ്ട് ശ്രദ്ധ ഓരോ വിശ്വാസിയോടും ഇക്കാര്യത്തിൽ ചെലുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വൈ ഇതാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലെ അൾട്ടിമേറ്റം എന്നുള്ളത് കൊണ്ടാണ് ഈ റെസറക്ഷൻ എക്സ്പീരിയൻസിലൂടെ കൃത്യമായിട്ട് കടന്നു പോകണമെന്ന് സഭ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. സോ ഞാൻ ഈ റെസറക്ഷൻ എക്സ്പീരിയൻസസിനെ ഇവിടെ നിന്ന് വൈൻഡ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു സൊമാറ്റിക് വിക്ടറി ആണ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ഫ്രൂട്ട് ന്യൂ ബ്ലൂ പ്രിന്റ് ആണെന്ന് പറഞ്ഞു, ആഡം ക്രൈസ്റ്റ് ടൈപ്പോളജിയെ കുറിച്ച് പറഞ്ഞു, സാക്രമെന്റലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ. സോ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നിരിക്കുക. അതൊന്ന് ഞാനൊന്ന് റിവൈൻഡ് ചെയ്യാനായിട്ടൊന്ന് ഇട്ടുവന്ന് മാത്രമേ ഉള്ളൂ. സോ മൂവിങ് ഫോർവേഡ്, വാസ്തവത്തിൽ ഞാനിത് വളരെ ബോധപൂർവം ഒന്ന് രാത്തോടൊന്ന് കയറ്റിയതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സിലബസിനകത്ത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലാതെ തന്നെ ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇത് എഴുതുന്ന സമയത്ത്, നമ്മളിത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് വരാവുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, ഇക്കാര്യത്തെ കുറിച്ച് എനിക്കൊന്ന് കൂടുതൽ പറയാൻ അഭിനന്ദ തിരുവേനിക്കൊക്കെ സാധിക്കും. ഞാനൊരു പുതിയ നിയമ വിദ്യാർത്ഥിയാണ്, എങ്കിൽ പോലും കുറച്ച് വേദാടിസ്ഥാനത്തിലൊക്കെ ഇതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുക. അപ്പം യേശുക്രിസ്തു മരിച്ചു,
അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മൾ ഇപ്പം പറഞ്ഞു വെച്ചത് എങ്ങനെയാണ്? നമ്മളും അതുപോലെ ഉയർത്തെഴുന്നേൽക്കും. എങ്ങനെ? അവൻ ഉയർത്തെഴുന്നേറ്റത് പോലെ തന്നെ. പക്ഷെ അപ്പൊ ഒരു ചോദ്യമുണ്ട്, അത് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമല്ലേ? ഇപ്പൊ നമ്മൾ മരിച്ചാൽ എന്നാ പറ്റും? നമ്മുടെ മരിച്ച ആളുകൾ എന്ത് ചെയ്യുന്നു? അത് പലപ്പോഴും നമുക്ക് സംശയമുള്ളൊരു കാര്യമാണ്, അല്ലെ? സംശയമുള്ളൊരു കാര്യമാണ്. ഫൈനൽ ജഡ്ജ്മെന്റ് എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്തായാലും ഇപ്പോഴല്ല, അത് പിന്നെ എപ്പോഴും ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഇവരുടെ അവസ്ഥ എന്ത് എന്നൊരു സ്വാഭാവിക ചോദ്യമുണ്ട്, ഒരു സ്വാഭാവിക ചോദ്യം. അതിനെ വാസ്തവത്തിൽ ഒന്ന് ആൻസർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ പോയിന്റിൽ ഒന്ന് ശ്രമിക്കുന്നത്. Now theology, the state of the dead refers to the period between a person's physical death and the future universal bodily resurrection. ഇപ്പോഴത്തെ അയാളുടെ മരണവും നാളെ അയാൾ ശരീരത്തോടെ ഉദ്ധാനം ചെയ്യുന്ന, നമ്മൾ ഈ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ മാതൃകയിൽ ശരീരത്തോടെ ഉദ്ധാനം ചെയ്യുന്ന ഒരു ഇവന്റ് ഉണ്ട്. ഇതിനിടയ്ക്കുള്ള അയാളുടെ ഒരു അവസ്ഥയെ കുറിച്ചാണ് വാസ്തവത്തിൽ പറയുക. ഞാനൊരു മൂന്ന് ടാഗ്ലൈൻ ഇട്ടിട്ടുണ്ട്. നോട്ട് എ ഫൈനൽ ഡെസ്റ്റിനേഷൻ. എന്തായാലും ഈ അവസ്ഥ എന്ന് പറയുന്നത് ദിസ് ഇസ് എ ടെമ്പററി ഇന്റർമീഡിയറ്റ് റിയാലിറ്റി. ഒരിക്കലും നന്മ ചെയ്തവര് സ്വർഗരാജ്യത്തിന്റെ പരിപൂർണ അവകാശം നേടുകയോ തിന്മ ചെയ്തവർ നിത്യ നരകത്തിലേക്ക് തള്ളി വീഴ്ത്തപ്പെടുകയോ ചെയ്യാത്ത ഒരവസ്ഥയിൽ. നമ്മൾ അടുത്തൊരു സ്ലൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത്. എന്നാൽ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, the soul does not sleep in a state of unconsciousness. ആത്മാവ് ഒരിക്കലും അവിടെ ഒരു നിദ്രയിലോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ ഇല്ലായ്മയിലോ. നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അല്ലെ? നമ്മുടെ വിശ്വാസം അനുസരിച്ച് മരണശേഷം ഉറങ്ങുകയല്ല, അല്ലെ ആത്മാവില്ല എന്നുള്ളതല്ല. ഒരു കാര്യം വ്യക്തമാണ്, ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു. സെപ്പറേറ്റഡ് ഫ്രം ദ ബോഡി, the soul remains fully alive, aware and processing its relationship with God. ദൈവബന്ധത്തിന്റെ ഒരു വലിയ എന്നാ പറയുന്ന ഒരു സംസ്കരണത്തിൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിലാണ് വാസ്തവത്തിൽ ആത്മാവ് നമുക്ക് പറയാൻ സാധിക്കും. ഇതോടെ പറയാൻ പറ്റും, ഞാൻ പറഞ്ഞല്ലോ, ഫൈനാലിറ്റിയിലേക്ക് എത്തിയില്ലെങ്കിലും the departed experience a foretaste of the ultimate destiny. The righteous experience a beautiful dawn and glimpse of the coming light, while those who rejected God, they experience a dark dread of the coming judgment. ന്യായവിധിക്ക് ശേഷം അവർക്ക് ലഭിക്കുന്ന ആ പരമമായ ഒന്നിൽ സന്തോഷ വെളിച്ചത്തിന്റെ പ്രകാശ അനുഭവത്തിന്റെയോ അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ അനുഭവത്തിന്റെയൊക്കെ ഒരു മുന്നാസ്വാദനം എന്ന വണ്ണം. അപ്പം ചോദിക്കരുത് എവിടെയാണെന്ന് ചോദിക്കരുത്. നമ്മളെപ്പോഴും എവിടെയെന്ന് ചോദിക്കുന്നത് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ശരീരം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു ജോഗ്രാഫിക്കൽ ലൊക്കേഷനെ കുറിച്ച് ചോദിക്കുന്നത്. അതൊരിക്കലും ഒരു ജോഗ്രാഫിക്കൽ ലൊക്കേഷനെ കുറിച്ച് അല്ല പറയുക. എങ്കിലും അതിനപ്പുറത്ത് അതിന്റെ ഒരു സ്ക്രിപ്ചറൽ എവിഡൻസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നമുക്കത് മനസ്സിലാവും. 3 തെളിവുകൾ ഞാൻ ഇവിടെ നിന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്ന്, നമുക്കറിയാം, കർത്താവ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-23 കള്ളനോട് പറയുന്നുണ്ട്, നീ ഇന്ന് എന്റെ കൂടെ പർദീസായിലിരിക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യമുണ്ട്, ഈ കള്ളന്, കുരിശിലുണ്ടായിരുന്ന കള്ളന് ന്യായവിധിയുണ്ടോ? ന്യായവിധിയുണ്ട്. ആദം മുതലുള്ള എല്ലാവർക്കും ന്യായവിധിയുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ന് എന്റെ കൂടെ പർദീസായിൽ ഇരിക്കുമെന്ന് പറയുന്നത്? പിതാക്കന്മാർ പറയുന്നത് ആ കള്ളനായിരുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞ അവസ്ഥയിലാണ്. This proves that immediately upon physical death, the soul of the repentant thief entered a real conscious state of rest and joy in Christ's presence long before the final day of resurrection. വളരെ മുമ്പാണ്, പക്ഷെ അയാൾ അന്ന് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം അവിടെ ടുഡേ എന്നൊരു വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന്, സോ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഞാൻ നമ്മുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് ഇട്ടിട്ടില്ലെങ്കിലും എനിക്ക് കുറച്ചുകൂടി കാര്യത്തെ കുറിച്ച് പറയാൻ സാധിക്കുമായിരിക്കും. ഈ മക്കാറിയോസ് എന്ന് പറയുന്ന, അലക്സാന്ദ്രിയയിലെ മക്കാറിയോസ് എന്ന് പറയുന്ന ഒരു പിതാവ് ഈ ആത്മാവിന്റെ യാത്രയെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട്. ശരീരം വിട്ട് ഒരാത്മാവ് യാത്ര ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. ഈ 3-ാം ദിവസവും 9-ാം ദിവസവും 30-ാം ദിവസവും ഒക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ ജേർണി. എന്റെ മനസ്സിലാക്കലില് കടവുകൾ, നമ്മുടെ ഈ വിശുദ്ധ ശവസംസ്കാരത്തിന്റെ പാട്ടുകളൊക്കെ കടവുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഭീകരമാം
കടവുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ യാത്രയിലൂടെ കടവുകളാണ്. ഒരുപക്ഷെ കള്ളന് കൊടുത്തൊരു വാഗ്ദാനം കർത്താവ്, ഇതൊന്നുമില്ലാതെ യു ക്യാൻ സിറ്റ് വിത്ത് മീ ഇൻ പാരഡൈസ് ഇൻ ദാറ്റ് ഗോഡ്സ് പ്രസൻസ് ടുഡേ ഇറ്റ്സെൽഫ്. അതായിരിക്കും ഒരു പക്ഷേ കള്ളന് കർത്താവ് കൊടുത്ത ഒരു സ്പെഷ്യൽ പ്രിവിലേജ് എന്ന് മനസ്സിലാക്കുമ്പോഴും കീപ് ഇൻ മൈൻഡ് ഹി ഹാസ് ഓൾസോ ടു അണ്ടർഗോ എ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. അപ്പം അതിനു മുമ്പുള്ള ഒരു പൊസിഷനാണ്. ധനവാന്റെയും ലാസറിന്റെയും ഉപമ കർത്താവ് പറയുന്ന സമയത്ത്, അല്ലെ, നമുക്കറിയാവുന്നതാണ്. ലൂക്ക് 16:19-31 പറയുന്ന കഥ പാരബിളാണ്, ഉപമയാണ്. അതൊരു ഇവന്റ് അല്ല, ഒരു ഉപമയാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് പ്രൊവൈഡ്സ് എ വിവിഡ് ഗ്ലിംസ് ഇൻടു ദ പോസ്റ്റ് ഡെത്ത് റിയാലിറ്റി. ബോത്ത് ലാസറസ് ആൻഡ് റിച്ച് മാൻ ആർ ഫുള്ളി കോൺഷ്യസ്. മരണശേഷമാണ് ഇവിടെ പറയുകയാണ്, ദേ ആർ ഫുള്ളി കോൺഷ്യസ്, ദേ പൊസസ് മെമ്മറി, ദേ ക്യാൻ ഫീൽ ആൻഡ് റെക്കഗ്നൈസ് ഈച്ച് അതർ. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അവർ ഉറങ്ങുകയല്ല, അവരില്ലായ്മയിലല്ല. ഈ കഥയിൽ തന്നെ പറയുകയാണ്, ദേ ആർ കോൺഷ്യസ്, they have all the memories, they feel, they recognize. അല്ലെ, വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്, there is an immediate separation based on the orientation of their hearts. നമ്മൾ എന്താ പറഞ്ഞില്ലേ, വരുവാനുള്ളതിന്റെ ഒരു ഫോർടേസ്റ്റ് ആയിട്ട് അവർ ചില പൊസിഷൻസ് ഉണ്ട്. So it proving it describes the intermediate state before the end of history. മൂന്നാമത്തേത് ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുന്നത് റെവലേഷനിൽ നിന്നാണ്, 6:9-10 ആണ്. അവിടെ യാഗപീഠത്തിന്റെ കീഴെ അവിടെ പറയുന്നത്, I saw under the altar slain for the word of God. ഇങ്ങനെയാണ് കൃത്യമായിട്ട് പറയുക, ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴ്, I have seen certain souls beneath the heavenly altar. അവരുടെ പ്രത്യേകത, they were killed because of their witness and because of the word of God. അവരും അവിടെ പറയുന്നുണ്ട്, റെവലേഷൻ 6 പറയുന്നുണ്ട്, അവർ അവിടെ നിന്ന് they cried with a loud voice saying, കർത്താവേ, ഞങ്ങളുടെ രക്തത്തോട് എത്ര കാലം നീ പ്രതികാരം ചെയ്യാതെ ഇരിക്കുമെന്ന് അവിടെ ഇന്ന് നിലവിളിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെയും ഇങ്ങനെയുള്ള ആളുകൾക്ക് ദൈവത്തോട് ബന്ധപ്പെടാവുന്ന ഒരു സാഹചര്യം. ഞാൻ ഒരു റെഫറൻസ് കൂടെ ഞാൻ സന്ദർഭവശാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതോടെ ഷെയർ ചെയ്യുകയാണ്. അത് ഹീബ്രൂസ് 11:4 ആണ്. അവിടെ ആദ്യം മരിച്ച ഹാബേലിനെ കുറിച്ച്, ഞാനത് നമ്മുടെ നോട്ടിനകത്ത് ഇട്ടിട്ടില്ല, മറന്നുപോയതാണ് ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ. ഹാബേലിനെ നമ്മൾ കാണുന്നുണ്ട്. ഹാബേലിന്റെ പ്രത്യേകത, ഏബൽ വാസ് ദ ഫസ്റ്റ് എമംഗ് ദ ഡെഡ്, ആദ്യമായിട്ട് മരിച്ചയാളാണ് ആസ് പെർ ദ ബൈബിൾ. ഹാബേലിനെ കുറിച്ച് പറയുകയാണ്, വിശ്വാസത്താൽ ഹാബേൽ ഹി ഓഫേർഡ് എ സാക്രിഫൈസ് ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് കൈൻ. 4-ാം അധ്യായത്തിൽ പറയുകയാണ്, ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ഏറ്റവും മനോഹരമായ ഒരു വാചകമുണ്ട്, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഈവൻ ആഫ്റ്റർ ഹിസ് ഡെത്ത് ഹിസ് കൺവേഴ്സിംഗ് വിത്ത് ഗോഡ്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അതിന്റെ ഒരു റൂട്ട് വേർഡ് പ്രസന്റ്, കണ്ടിന്യൂസ് ടെൻസിലാണ്. അതൊരു പ്രോസസ്സാണ്, ഓൺഗോയിങ് പ്രോസസ്സാണ്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഈ സ്റ്റേറ്റ് ഓഫ് ദ ഡെഡ് എന്ന് പറയുന്നത്, ദേ ആർ റിയലി ആക്റ്റീവ്, ദേ ആർ അവേ ഫ്രം ദിസ് എർത്ത്, ദേ ആർ അവേ ഫ്രം ദിസ് ബോഡി. പക്ഷേ ജഡ്ജ്മെന്റിനെ റിസറക്ഷനെ വെയിറ്റ് ചെയ്തുകൊണ്ട്, ജനറൽ റിസറക്ഷനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവരിയ്ക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുന്നു എന്ന് തോന്നി. ഞാൻ സ്പീഡിൽ മുമ്പോട്ട് പോവുകയാണ്, സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്, ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ആൻഡ് ഓഫ് കോഴ്സ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മുടെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ എപ്പോഴും വിളിക്കുന്ന ഒരു വാക്കാണല്ലോ, പേരാണല്ലോ പറൂസിയ എന്നൊരു വാക്ക്. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ആ വാക്ക് ഓർത്തിരിക്കണം. പറൂസിയ എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട് ഗ്രീക്കില്. ഒന്നാമത്തേത് പ്രസൻസ്, സാന്നിധ്യം എന്നൊരു അർത്ഥമുണ്ട്. ദ സെക്കൻഡ് വൺ അറൈവൽ, വരവ്. ഇങ്ങനെ 2 അർത്ഥങ്ങൾ ഒരുപോലെയുണ്ട്. ബോത്ത് പ്രസൻസ് ആസ് പെർ ഫിലിപ്പിയർ ആൻഡ് അറൈവൽ ആസ് പെർ 1 Corinthians and 2 Corinthians. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1:11, ആക്സ് 1:11 ഏറ്റവും മനോഹരമായ ഒരു നിരീക്ഷണം, കർത്താവിന്റെ അസെൻഷനെ കുറിച്ച്, സ്വർഗാരോഹണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ദൂതൻ ശിഷ്യന്മാരോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ് പറയുക? They said, men of Galilee, why do you stand looking up toward heaven? This Jesus, who has been taken up from you into heaven, will come in the same way as you saw him going to heaven. ഞാന് റിജോച്ചന്റെ ഒരു ഐക്കണിന്റെ ഒരു എക്സ്പ്ലനേഷൻ യൂട്യൂബിൽ കേൾക്കുകയുണ്ടായി.
എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി അങ്ങനെ ഒരു അച്ഛൻ അത് പറയുന്നത്. കർത്താവിനെ സ്വർഗത്തിലേക്ക് മലാഹമാര് കൊണ്ടുപോകുന്ന, സ്വർഗാരോഹണം ചെയ്യുന്ന അയക്കണത്ത് കർത്താവ് ചുമ്മാ കയറി പോകുന്നതായിട്ടല്ല പറയുന്നത്. അവിടെ പറയുന്നത് കർത്താവ് കയറി പോകുമ്പോ ഇൻ ഓൾ ഹിസ് ഗ്ലോറി, അവനെല്ലാം മഹത്വത്തോടെ സിംഹാസനത്തിൽ ഇരുന്ന് ഇങ്ങനെ പോകുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാക്യം ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ അവനെ മുകളിലേക്ക് കയറിപ്പോയത് കണ്ടതുപോലെ ഇൻ ദ സെയിം വേ യു വിൽ സീ ഹിം കമ്മിങ് ഡൗൺ ഓൾസോ. അതാണ് വാസ്തവത്തിൽ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ധൈര്യം, ഉറപ്പ്. കർത്താവ് പറഞ്ഞു ഞാൻ പോയതുപോലെ വരുമെന്ന് പറയുമ്പോഴും അല്ലെ, അവർക്ക് വേറൊരാളും അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൂതനെ അസേർട്ട് ചെയ്യുകയാണ് അല്ലെ. സോ അൺലൈക്ക് ദ ഫസ്റ്റ് കമ്മിങ്, ആദ്യത്തെ കമ്മിങ് യേശു ക്രിസ്തുവിന്റെ വളരെ ഹംബിൾ കമ്മിങ് ആയിരുന്നു, ഒന്നുമില്ലായ്മയിലായിരുന്നു. നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ശവക്കച്ച ചുറ്റി വന്നവനാണെങ്കിൽ the second coming will be a glorious manifestation of his divine majesty. അത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് തെസ്സലോനിയൻസ് 4:16-17 ഇവിടെ പറയുന്നുണ്ട്, കർത്താവ് താൻ പ്രധാന ദൂതന്റെ അകമ്പടി ശബ്ദം, കാഹളധ്വനി ഇവയോടൊക്കെ കൂടെ അല്ലെ, the Lord himself will descend from heaven with a shout, with the voice of archangel, with the trumpet of God. ഇങ്ങനെ വലിയ മഹത്വത്തോടെ ആയിരിക്കും കർത്താവ് വരിക എന്ന് സ്ക്രിപ്ചർ കൃത്യമായിട്ട് നമുക്ക് അണ്ടർലൈൻ ചെയ്തു തരികയാണ്. തെസ്സലോനിക്ക ലേഖനത്തില് നമ്മൾ അതിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാകും, two events will happen, will take place one after the other when he comes. രണ്ട് കാര്യങ്ങൾ സംഭവിക്കുക അത്രേ അവൻ വരുമ്പോൾ. ഒന്നാമത്തേത്, അതിനെയാണ് നമ്മുടെ പഠനത്തിന്റെ പ്രധാന വിഷയമായി നമ്മൾ രണ്ടാമത് കുറിച്ചിരിക്കുന്നത്. The first event that is to happen immediately after parousia is the resurrection of the dead, general resurrection, final resurrection അല്ലെ, എന്ത് പേരിട്ട് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. The resurrection of all the dead ones, എല്ലാ മരിച്ചവരുടെയും അല്ലെ പൊതുവായ പുനരുത്ഥാനം അല്ലെ, പൊതുവായ പുനരുത്ഥാനം നടക്കുന്നത് ഈ പറൂസിയയ്ക്ക് ശേഷമാണത്രേ. വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ, ഞാൻ കുറിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, പറൂസിയ is the trigger for this resurrection. ഈ പുനരുത്ഥാനത്തെ, ഈ എല്ലാവരുടെയും പുനരുത്ഥാനത്തെ, എങ്ങനെയുള്ള പുനരുത്ഥാനത്തെ, യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത മാതൃകയിലുള്ള പുനരുത്ഥാനത്തെ ട്രിഗർ ചെയ്യുന്ന കാര്യമാണ് അത് പറൂസിയ എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി എന്ന് പറയാൻ പറ്റുകയല്ല, ഇറ്റ് വിൽ ബി എ റീയൂണിയൻ ഓഫ് ദ സോൾ ആൻഡ് ദ ബോഡി. ഏത് ബോഡി? അതുകൊണ്ടാണ് നമ്മൾ ആദരവോടെ ഈ ഭൗതിക ശരീരത്തെ നിക്ഷേപിച്ച് ധൂപം അർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കരുതലോടെ ഇരിക്കുകയാണ്. എന്തിന്? There will be a bodily resurrection. There will be a reunion of soul and the body. All the body. All the departed souls currently waiting in the intermediate state. നമ്മൾ ഇപ്പം പറഞ്ഞത് whether in paradise or hades. ഞാൻ ആ രണ്ട് പൊസിഷനാണ്, പാരഡൈസ് ഓർ ഹെയ്ഡ്സ്. നമ്മൾ മലയാളത്തിൽ സുറിയാനിൽ ഷിയോളിൽ ചുമ്മാ ഓർക്കുന്നുണ്ട്. നമ്മുടെ പാട്ടുകൾക്ക് അത് ഷിയോൾ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വെടിയ ഷിയോളിൽ നമ്മൾ പാടുന്ന സമയത്ത് ഷിയോളിലോ പർദീസായിലോ ആയിരുന്ന ആത്മാക്കൾ അല്ലെ, അവരുടെ എല്ലാവരുടെയും ആത്മാക്കൾ ഈ പുനരുദ്ധാനത്തിൽ അവരുടെ ശരീരങ്ങളോട്, ഇറ്റ്സ് എ മോമെന്റ് വെയർ സോൾ ആൻഡ് ഫിസിക്കൽ ബോഡി ആർ, ശ്രദ്ധയോടെ കേൾക്കണം, പെർമനന്റ്ലി റീയുണൈറ്റഡ്. പെർമനന്റ്ലി റീയുണൈറ്റഡ്. അതാണ് പറൂസിയയിൽ നടക്കുക. ശരിക്കും അതൊരു ഫിസിക്കൽ റെസ്റ്റോറേഷനാണ്. Because Christ assumed and healed entire human nature on the cross. Every single human being who has ever lived will rise from the grave regardless of their holiness or wickedness. പാപികൾ, നല്ല മനുഷ്യർ മാത്രമല്ല പുനരുത്ഥാനം ചെയ്യുക അല്ലെ. നമ്മൾ അതുകൊണ്ടാണ് പറയുന്ന ഒരു വാക്കുണ്ട് അല്ലെ, പാപികളെയും നീതിമാന്മാരെയും ന്യായം വിധിക്കുന്ന ദിവസം നമ്മൾ പറയത്തില്ലേ. റിഗാർഡ്ലെസ് ഓഫ് ദർ ഹോളിനെസ് ഓർ വിക്കഡ്നെസ്. പ്രത്യേകിച്ച് നമ്മുടെ അനീത ഞായറാഴ്ചയുടെ നമ്മള് അച്ഛന്മാരൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവാം. നമ്മുടെ സദറ വായിക്കുന്ന സമയത്ത് രണ്ട് എൻസിലെ നമ്മൾ ഒരുപോലെ പറയുന്നത്, ദുഷ്ടനെയും നല്ലവരെയും അല്ലെ, ഏലിയായും അവനോടുകൂടെ ആഹാബ് രാജാവ് മെസബലിനെയും വരുന്നു, എലീശായും ഗേഹസിയും വരുന്നു നമ്മൾ പറയുന്ന സമയത്ത് ഈ രണ്ടു കൂട്ടരും ഒരുപോലെ റെസറക്ട് ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഇവന്റ് എന്ന് പറയുന്നത്. റെസറക്ഷൻ, ജനറൽ റെസറക്ഷൻ, ഈ റീയൂണിയൻ ഓഫ് സോൾ ആൻഡ് ബോഡി, യൂണിവേഴ്സൽ ഫിസിക്കൽ റെസ്റ്റോറേഷൻ. അതാണ് ഒന്നാമത്തെ ഇവന്റ്. ഇപ്പൊ തെസ്സലോനിക്കയിലെ സഭയിലെ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായി, മരിച്ചവർ പുനരുദ്ധാനം ചെയ്യും, അപ്പൊ അന്ന് മരിക്കാതിരിക്കുന്നവരോ? വാട്ട് അബൌട്ട് ദോസ് ഹു ആർ നോട്ട് ഡെഡ്? കർത്താവ് വരും, മരിച്ചവർ പുനരുദ്ധാനം ചെയ്യും. അതാണ് രണ്ടാമത്തെ ഇവന്റ്. ഫോളോവിങ് ദിസ്, the next event occurs where the believers who are alive will be caught up to heaven. ജീവനോടിരിക്കുന്ന ആളുകൾ അല്ലെ,
മലയാള വേദപുസ്തകത്തിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാനായി ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. സോ ദ ബിലീവേഴ്സ് വർ അലൈവ് വിൽ ബി കോട്ട് അപ്പ് ഇൻടു ഹെവൻ. ഇതാണ് രണ്ടാമത്തെ. നമ്മൾ അതിനെ എങ്ങനെ വിളിക്കണം? ആദ്യത്തേത് റെസറക്ഷൻ ഓഫ് ദ ഡെഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ റിയൂണിയൻ ഓഫ് സോൾ ആൻഡ് ബോഡി ആണെങ്കിൽ, രണ്ടാമത്തേത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ലിവിംഗ് ആണ്. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്നവര് അവര് എടുക്കപ്പെടുകയാണ്. എങ്ങനെ? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ മരിച്ചിട്ടൊന്നുമില്ല, അവർ മരിച്ചിട്ടില്ല. പക്ഷേ അവര് മറ്റവർക്കുള്ളതുപോലെ തന്നെ ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി, ഒരു ട്രാൻസ്ഫോംഡ് ബോഡിയുമായിട്ട് they will be taken up into heaven. So their mortal corruptible bodies will be instantly transformed. അത് പാരലായിട്ട് വായിക്കേണ്ടതാണ്. They were mortal, their body was a corrupt body, but now it's instantly transformed into a spiritual, deified and incorruptible state, matching the glorious blueprint of Christ's own resurrected body. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന അവന്റെ ഒരു സൊമാറ്റിക് എക്സ്പീരിയൻസിനെ, ഇറ്റ് വാസ് എ ഗ്ലോറിഫൈഡ് ബോഡി. ആ ഗ്ലോറിഫൈഡ് ബോഡി പോലെയുള്ള ആ ഒരു അനുഭവത്തിലേക്ക് അവിടെ പറയുന്ന ഒരു വാചകം കൂടെ ഉണ്ട്. ഡീറ്റെയിലേക്ക് പോകുന്നില്ല. കണ്ണിമയ്ക്കുന്ന നേരത്തിൽ, അങ്ങനെയാ പറയുന്നത്, ട്വിങ്ക്ലിംഗ് ഓഫ് an eye. പറയുന്നുണ്ട്, പോയിക്കൊള്ളട്ടെ. സോ ഇങ്ങനെ രണ്ട് ഇവന്റ് ആണ്. അവിടെ നമ്മൾ ഒരു വാക്കും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, ഈ റെസറക്റ്റഡ് ബോഡിയെ കുറിച്ചാണ്. അത് നമുക്ക് മനസ്സിലാക്കുന്നത് 1 Corinthians chapter 15 What's the difference between these two bodies? Physical body and the resurrected body. അല്ലെ? ഒരു പുതിയ ശരീരം ഉണ്ടാവും ഈ ന്യൂ ക്രിയേഷനിൽ എന്നാണ് പറയുക. നമ്മൾ കേട്ടിട്ടുണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. He contrasts between the earthly body and the spiritual body. രണ്ട് വാക്കുകൾ അവിടെ ശരിക്കും ഗ്രീക്കിലുണ്ട്. ഞാനത് സോമ സൂക്കിക്കോൺ എന്നൊരു വാക്കും സോമ ന്യൂമാറ്റിക്കോൺ എന്നൊരു വാക്കുമാണ്. അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന നല്ലൊരു ദർശനമുണ്ട്, ഒരു ഇമേജ് ഉണ്ട് അവിടെ, ഒരു മെറ്റഫോർ ഓഫ് സീഡ് ആൻഡ് പ്ലാൻ. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ശീമ നമസ്കാരം നമ്മളത് പാടുകയും ചെയ്യും. വിത്തുകൾ പോൽ മണ്ണിലമർന്ന മൃതരോട് ആർദ്രത തോന്നണമേ. വിത്തുകൾ പോലെ മണ്ണിലേക്ക് വീഴുകയാണ്. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു. പൗലോസ് ശ്ലീഹ പറയുകയാണ്, അല്ലെ, ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഭൗതിക ശരീരമാണ് വിതയ്ക്കപ്പെടുന്നത്, പക്ഷെ ഉദ്ധാനം ചെയ്യുന്നത് ആത്മീയ ശരീരമാണ്. അതാണ് മനുഷ്യനും സംഭവിക്കുന്ന വ്യതിയാനം എന്ന് പറയുന്നത്. മരിച്ചത് ഭൗതിക ശരീരമാണെങ്കിൽ, ഏർത്ത്ലി ബോഡി ആണെങ്കിൽ, റെസറക്റ്റ് ചെയ്യുന്നത് ഒരു സ്പിരിച്വൽ ബോഡി ആയിരിക്കും. He employs metaphors such as the seed and plant to explain the transformation from a perishable to an imperishable state എന്ന് പറയുന്നത്. സോ അല്ലെ, ഭൗതികന്റെ ശരീരം നാം ധരിച്ചതുപോലെ, just as we have borne the image of an earthly man, verse 49 പൗലോസ് ശ്ലീഹ പറയുകയാണ്, so shall we bear the image of the heavenly man. So നമുക്ക് വലിയ പ്രിവിലേജ് ആണ്, നമുക്ക് തരുന്ന വലിയ പ്രിവിലേജ് ആണ്. even though we wear custodians of an earthly body, നമുക്ക് കിട്ടുന്ന വലിയ അഷുറൻസ് ആണ്, one day we will be given a heavenly body, a resurrected body, glorified body. അങ്ങനെയൊക്കെയുള്ള വലിയ പദവിയാണ് നമുക്ക് തരുന്നത് എന്ന് പറയുകയാണ്. ഞാൻ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവുകയാണ് കുറച്ച് മുമ്പോട്ട്. സോ അവിടെയാണ് പറൂസിയ നമുക്കൊന്ന് വൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ പ്രധാനമായിട്ട് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. കർത്താവ് വന്നു കഴിഞ്ഞാൽ നടക്കേണ്ട അടുത്ത ഇവന്റ് ആണ് വാസ്തവത്തിൽ എന്ത്? ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ന്യായവിധി എന്ന് പറയുന്ന ഒരു സംഭവം. വാസ്തവത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അതിമനോഹരമായി നമുക്ക് എടുക്കാവുന്ന ദർശനങ്ങളിൽ ഒന്ന് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 31 to 33 ആണ്. ഞാൻ അതിന്റെ രണ്ടും ഇംഗ്ലീഷും മലയാളവും രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാനുള്ള കാരണം അത് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാസേജ് ആണെന്നുള്ളതാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ വരും, അല്ലെ, അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ തന്റെ ഇടത്തും നിർത്തും. ഈ കഥയുടെ മുൻവശം, ഈ കർത്താവിന്റെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ മുൻപിലുള്ള നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇവിടെ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്: ഞാൻ വിശക്കുന്നവനായിരുന്നു,
ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടില്ല, ചില ആളുകൾ കണ്ടു. അപ്പം ഈ കഥ പറഞ്ഞിട്ടാണ് പറയുക, മനുഷ്യപുത്രൻ അല്ലെ തന്റെ തേജസ്സോടെ സകല ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ ഹി വിൽ സിറ്റ് ഓൺ ദി ത്രോൺ ഓഫ് ഹിസ് ഗ്ലോറി. അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഇരിക്കും. ഓൾ നേഷൻസ് വിൽ ബി ഗ്യാതേർഡ് ബിഫോർ ഹിം. എല്ലാവരും they will assemble in front of that throne, and he will separate people one from other as a shepherd separates the sheep from the goats, and he will put the sheep at his right hand and the gods at the left. നന്മ ചെയ്തവരോട് പറയും, എന്നാ പറയും? Come who are blessed by my father, inherit the kingdom prepared for you from the foundation of the world. അല്ലാത്തവരോട് പറയും, എന്നാ പറയും? Depart from me into the eternal fire prepared for you. വാസ്തവത്തിൽ ഇതാണ് ന്യായവിധിയിൽ നടക്കുക എന്നുള്ളതാണ്. ഞാൻ 2-3 റെഫറൻസസ് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഡീറ്റെയിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മുടെ പഠനത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നമുക്ക് ലളിതമായിട്ട് തന്നെ ഒന്ന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് അതൊരു കോർട്ട് റൂം ട്രയൽ ഒന്നുമല്ല. പലപ്പോഴും നമുക്ക് ഭയമാണ് കേട്ടോ, അതുകൊണ്ട് ക്ഷമിക്കണം. പലപ്പോഴും കർത്താവ് വരുന്ന കാര്യം പറഞ്ഞ് നമുക്കൊക്കെ പേടിയായി. ഇപ്പം കർത്താവ് വരുമെന്ന് നമുക്കൊക്കെ അറിയാമെങ്കിലും നാളെ വന്നാലോ എന്ന് ചോദിച്ചാൽ അയ്യോ വേണ്ടെന്ന് പറയുന്നവരാ നമ്മൾ. എന്തുകൊണ്ടാണ്? നമുക്ക് ഭയമാണെന്നുള്ളതാണ്. വിശുദ്ധ കുർബാന പടിഞ്ഞാറോട് നമ്മൾ ആഘോഷിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പട്ടക്കാരൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും. അടുത്തൊരു വാചകം വളരെ ശ്രദ്ധേയമാണ്, തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്ക്. തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്ക്. അത് വാസ്തവത്തിൽ ആ സിംഹാസനത്തിന് മുമ്പിലാവണം, തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്ക്. സോ ഇതൊരിക്കലും ഒരു ജഡ്ജി ഇരുന്നിട്ട് കുറ്റം ചെയ്ത എല്ലാവരെയും ശിക്ഷിച്ചു കളയുന്നേയും അങ്ങനെ ഒരു അർത്ഥത്തിലല്ല ഒരിക്കലും ജഡ്ജ്മെന്റിനെ കാണേണ്ടത്. സഭ അങ്ങനെയല്ല പഠിപ്പിക്കുകയും ചെയ്യുന്നത്. റാദർ ഇറ്റ് ഈസ് അൾട്ടിമേറ്റ് കോസ്മിക് റെവലേഷൻ ഓഫ് ഗോഡ്സ് അൺക്രിയേറ്റഡ് ലൈറ്റ് ആൻഡ് ലവ്. ലൈറ്റ് ആൻഡ് ലവ്, ദൈവത്തിന്റെ വെളിച്ചവും ദൈവത്തിന്റെ സ്നേഹവും വല്ലാതെ വ്യാപരിക്കുകയാണ്. ആ ദിവസം എല്ലാ മനുഷ്യരും ആ സ്നേഹത്തിന് മുൻപിൽ പോയി നിൽക്കണം. അതൊരിക്കലും ഒരു ശിക്ഷ വിധിക്കുക എന്നുള്ളതല്ല. ഇതിനു മുമ്പ് ഞാൻ എടുത്ത ഫ്രീ വില്ലുകൾ, എന്റെ ചോയ്സുകൾ അല്ലെ, എന്റെ അനുഭവങ്ങൾ, ഇതെല്ലാം കൂടെ വെച്ചിട്ട് വൺ പ്രസൻസ്, ടു എക്സ്പീരിയൻസസ്. വൺ പ്രസൻസ്, we have the presence of God, we have God as the judge, but two experiences. ഏതൊക്കെയാണ്? അവിടെ ഞാനൊരു വാചകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് സാധിക്കുന്ന ആഴത്തിൽ പഠിക്കേണ്ട വാചകങ്ങൾ ഒന്നാണ്. 1 Corinthians 3:11-15 ആണ്. അവിടെ സെന്റ് പോൾ കൊരിന്ത്യൻസിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ on the foundation of Jesus Christ people build different things. പലതാണ് പണിയുന്നത്. ചില ആളുകള് വൈക്കോല്, ലൈക്ക് അങ്ങനെ പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പണിയും. വേറെ ചില ആളുകൾ പൊന്ന്, വെള്ളി, അങ്ങനത്തെ സാധനങ്ങൾ പണിയും. അപ്പം എ ഫയർ ഇതിനെ ശോധന ചെയ്യും, ഇതിനെ പരിശോധിക്കും. ആ പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇങ്ങനെ രണ്ട് സാധനങ്ങൾ ഇടുമ്പം തീയിലോട്ട് കടലാസോ ഇലയോ അത്തരം സാധനങ്ങൾ, വൈക്കോലോ അതൊക്കെ ഇട്ടാൽ അത് നശിച്ചു പോകുന്നതാണ്. അതേ സമയത്ത് സ്വർണമോ പൊന്നോ മറ്റോ ഇട്ടാൽ അത് കാന്തി കൂടുന്നതാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഓൾ എൻകംപാസിംഗ് ഡിവൈൻ പ്രസൻസ് ആക്ട്സ് ആസ് എ റിഫൈനിങ് ഫയർ ത്രൂ ഔട്ട് ദ കോസ്മോസ്. കർത്താവിന്റെ രണ്ടാമത് വന്ന കർത്താവിന്റെ സ്നേഹവും പ്രകാശവും ഒരു ശോധന ചെയ്യുന്ന അഗ്നി പോലെ, ഒരു റിഫൈനിങ് ഫയർ പോലെ ഭംഗിയായി ജീവിച്ചവർ. ഫോർ ദോസ് ഹു സ്പെൻഡ് their earthly lives cooperating with God's grace, repenting of their sins and practicing compassionate love toward the least of these. അത് കർത്താവിന്റെ വാചകമാണ്. ഈ ചെറിയവരിൽ ഒരുത്തനോട് അങ്ങനെ ചെയ്തവർ, they will experience the bright light. അല്ലെ, ആ ലൈറ്റിനെ, that light will be a purifying, liberating and deeply joyful paradise. അവർക്കത് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. അവർക്കത് അങ്ങനെയാണ് അല്ലെ. മറ്റവരെ സംബന്ധിച്ച്, അല്ലാത്തവരെ സംബന്ധിച്ച് എന്ത് സംഭവിക്കുന്നു? For those who willfully rejected God, ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞവർ, nurtured their passions, അവരുടെ പാഷൻസിനെ nurture ചെയ്തവർ, and locked the doors of their hearts on the inside, that very same warmth of divine love will feel like a torment because it burns against the pride, greed and selfishness they refuse to surrender. അതാണ് ഞാൻ പറഞ്ഞത്. One presence, the same presence of light and love, but that same presence
ഈസ് ലൈക്ക് ടു ഡിഫറെന്റ്, എൻറ്റയർലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. ചിലർക്കത് പർദീസായുടെ വളരെ പ്യൂരിഫൈങ് ആയ, വളരെ ലിബറേറ്റിംഗ് ആയ എക്സ്പീരിയൻസ് ആണെങ്കിൽ മറ്റു ചിലർക്ക് അത് വലിയ ടോർമെന്റിന്റെ എക്സ്പീരിയൻസ് ആകും. ആൻഡ് ജഡ്ജ്മെന്റിന് ശേഷം, ഏറ്റവും അവസാനം, അതിന് ശേഷം എന്താന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അല്ലെ? തെയോസിസ് ഇൻ ദ വേൾഡ് ടു കം. തെയോസിസ് വാസ്തവത്തിൽ അപ്പുറത്ത് മാത്രം ഉള്ളതല്ല, ദൈവത്തോട് ചില ദൈവീകരണം. ഇറ്റ്സ് ആക്ച്വലി എ പ്രോസസ്, ഒരു പ്രക്രിയയാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ദ പെർഫെക്റ്റ് തെയോസിസ് എന്നൊക്കെ പറയാവുന്ന, വേണമെങ്കിൽ ദ ന്യൂ ലൈഫ് എന്നോ, അല്ലെങ്കിൽ വെളിപാട് പുസ്തകക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ ആകാശമെന്നോ പുതിയ ഭൂമിയെന്നോ ഒക്കെ പറയാവുന്ന ഒരനുഭവമാണ്. അവിടേക്ക് നമ്മൾ ഈ പറഞ്ഞ ആളുകൾ ചേർക്കപ്പെടുകയാണ്. ഫോളോയിങ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, ദ ഡെസ്റ്റിനി ഓഫ് ദ റൈറ്റ്വസ്. അതൊരിക്കലും അവര് സ്റ്റാറ്റിക് ആയ, അവർ എവിടെയെങ്കിലും പോയി അടച്ചിട്ടിരിക്കുന്ന അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഒരു ഹെവൻ എന്ന്, സ്വർഗം എന്ന് പറയുന്ന ഒരു വീടിനകത്ത് അടച്ചിട്ടിരിക്കുന്നു, അങ്ങനെയല്ല നമ്മൾ അതിനെ കാണേണ്ടത്. റാദർ ഇറ്റ്സ് എൻ ഇറ്റേണൽ ഡൈനമിക് പ്രോഗ്രഷൻ ഓഫ് തെയോസിസ്. ശരിക്കും അവിടെയാണ് സൃഷ്ടി വഴിതെറ്റുന്നതിന് മുൻപ് ആദാമിനുണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ വലിയ അനുഭവത്തിൽ, ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ബൈ ഗ്രേസ് വാട്ട് ഗോഡ് ഈസ് ബൈ നേച്ചർ. സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച, പാപത്താൽ നശിച്ചുപോയ ആ ദൈവ സ്വഭാവത്തിലേക്ക്. അതുകൊണ്ടായിരിക്കും പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അല്ലെ, ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളാവും. 2 Peter 1:4 പറയും, partakers of the divine nature. Because God is completely infinite. Our union with him is not a destination with an end. ഇത് എടുത്തു കഴിഞ്ഞു എന്നുള്ളതല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് എവർലാസ്റ്റിംഗ് ഗ്രോത്ത് ടു ഡീപ്പർ കമ്മ്യൂണിയൻ ആൻഡ് ഗ്ലോറി. എളുപ്പം മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച് പിതാക്കന്മാർ പറയുന്ന ദർശനങ്ങളിൽ ഒന്നാണ് അനാലജി ഓഫ് ദ സ്വോർഡ്. ഈ തെയോസിസിനെ കുറിച്ച് നമ്മളൊരു വാൾ എടുത്തിട്ട് അഗ്നിയിലേക്ക് നമ്മൾ ഇടും, തീക്കകത്തോട്ടിട്ടിട്ട് ആ വാൾ എടുക്കുന്ന സമയത്ത് ആ വാള് തീയുടെ സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ചുട്ടു പഴുത്ത് അത് തീയിൽ തന്നെ ആയതുകൊണ്ട് ഒരിക്കലും അതിന്റെ തീ അത് കണ്ടാൽ തീയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ വാസ്തവത്തിൽ ആ വാളിന്റെ സ്വഭാവം, അല്ലെങ്കിൽ അതിന്റെ അസ്തിത്വം, അതിന്റെ ഉണ്മയെന്ന് പറയുക, ബേസിക് എസൻസ് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയ സാധനം തന്നെ, സ്റ്റീൽ തന്നെയാണ്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നത്, the sword takes on a radiant red glow and picks up the exact properties of the fire while remaining entirely steel in its basic essence. അങ്ങനെ തന്നെ നമ്മുടെ ട്രാൻസ്ഫിഗേർഡ് ഹ്യൂമാനിറ്റി, നമ്മുടെ ബോഡി സോളുമായിട്ട് റിയൂണിയൻ ചെയ്ത് ജഡ്ജ്മെന്റിലൂടെ കടന്നുപോയി ആ കർത്താവിന്റെ വലിയ പ്രസൻസിലായ ട്രാൻസ്ഫിഗേർഡ് ഹ്യൂമാനിറ്റി will be completely interpenetrated by the divine energies of God's love, strength and righteousness without us ever losing our distinct human identity. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്തിനെന്ന് ചോദിച്ചാൽ, അതുകൂടെ ചോദ്യമുണ്ട്, എന്തിനിങ്ങനെ അവസ്ഥയിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ അതുകൂടെ പറഞ്ഞ് ഞങ്ങൾക്ക് അവസാനിപ്പിക്കാം. ദ കോസ്മിക് ലിറ്റർജിക്കൽ കമ്മ്യൂണിയൻ. ഒരു കോസ്മിക് ലിറ്റർജിക്കൽ കമ്മ്യൂണിയൻ. ദ റൈച്ചസ് ലിവ് ഇൻ പെർഫെക്റ്റ് ലവ് ആൻഡ് കമ്മ്യൂണിയൻ വിത്ത് ദ ഹോളി ട്രിനിറ്റി ആൻഡ് വൺ അനദർ. അല്ലെ, അവൻ ക്രിസ്തുവിനോടുകൂടെ വാഴേണ്ടതാകുന്നു. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയും, ക്രിസ്തുവിനോടുകൂടെ വാഴേണ്ടതാകുന്നു. They reign with Christ over the transfigured new creation. They participate in the cosmic heavenly liturgy, offering continuous praise, and they remain actively loving intercessors who pray for the entire universe. Their purpose is to live out the fullness of what it means to be fully human, fully alive, and deeply connected to all creation. വലിയമാർ ബെസേലിയോസിന്റെ ഒരു പരാമർശം ഇങ്ങനെയാണ്. അദ്ദേഹം പറയുകയാണ്, വിതൗട്ട് റെസറക്ഷൻ ആൻഡ് ദിസ് ഫൈനൽ ന്യൂ ക്രിയേഷൻ, ഹ്യൂമൻ ലൈഫ് വുഡ് ജസ്റ്റ് ബി എ ട്രാജിക് ലിവിംഗ് ഡെത്ത് എൻഡിങ് ഇൻ ഡസ്റ്റ്. പൊടിയിൽ തീരേണ്ട ഒരു ജീവിതം മാത്രമാണ് ഈ പുനരുദ്ധാനവും ഈ പുതുക്കവും ഇല്ലെങ്കിൽ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ട് ചരിത്രത്തിൽ ഒരു ഗ്ലോറിയസ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾ, വാസ്തവത്തിൽ ജീവിതം, നമ്മുടെ സാക്രമെന്റൽ ലൈഫും ആൻഡ് ഓഫ് കോഴ്സ് ആക്ട്സ് ഓഫ് മേഴ്സി, ഇതാണ് വാസ്തവത്തിൽ നമ്മളുടെ ഇറ്റേണൽ ഹോമിനെ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. സോ ദ അൾട്ടിമേറ്റ് destiny, we confess our faith in the resurrection of Christ our King, and we look forward to the day of his awesome second coming. ഇങ്ങനെ നമ്മുടെ ക്ലാസ് ഒന്ന് വൈൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊരു വലിയ ടോപ്പിക് ആണെന്ന് എനിക്കറിയാം. വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കുമാണ്. ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് കംപ്രസ് ചെയ്ത് ഒരു ഓട്ട പ്രദക്ഷിണം നടത്തി ഒന്ന് അവതരിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചത്. അത് എത്രമാത്രം നിങ്ങളിലേക്ക് വന്നു എന്ന് എനിക്കറിയില്ല.
നിങ്ങളുടെ ഒരു പഠനം ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് ഇതൊന്ന് എടുക്കണമെന്ന് മാത്രം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. വാസ്തവത്തിൽ നമ്മൾ പണ്ട് പൗലോസ് അപ്പോസ്തലൻ അഥേനയിലെ മനുഷ്യരോട് പറഞ്ഞതുപോലെ അറിയാത്തതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ. നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് കുറെ കൂടെ അർത്ഥവും മേന്മയും ഉണ്ടാവുന്നത്. എന്റെ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു പ്രിൻസ് അച്ഛ. വളരെ ഗഹനമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ് ക്രമീകരിച്ചത്. അച്ഛനെനിക്ക് ഓർപ്പിച്ചു, മരണവും പുനരുദ്ധാനവും ഒക്കെ എല്ലാവർക്കും ഭയമുളവാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇടയ്ക്ക് 175 പേര് വരെ 178 പേര് വരെ ജോയിൻ ചെയ്തിട്ട് അവസാനമായപ്പോഴത്തേക്ക് റിസറക്ഷൻ ഒക്കെ ആയപ്പോഴത്തേക്ക് 165 കുറഞ്ഞത്. ആ പേടി കൊണ്ടായിരിക്കാം എന്ന് കരുതുന്നു. ഏതായാലും വളരെയേറെ സംശയങ്ങൾ നമുക്കുണ്ടാക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്ന് കൈകാര്യം ചെയ്തത്. സമയത്തിന്റെ പരിമിതി മൂലം വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 or 3 പേർക്ക് ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് മാത്രം ചോദ്യം ചോദിക്കാനുള്ള അവസരം ആണ് ഇപ്പോഴുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പോലെ തന്നെ എഴുതി അറിയിച്ചാൽ അതിന് മറുപടി ലഭിക്കുന്നതുമായിരിക്കും. ആർക്കെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛനോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അച്ഛാ, എന്റെ ചോദ്യം. ഹലോ അച്ഛാ. പറഞ്ഞോളൂ. അച്ഛാ, യോന വാസ് there in the belly of the fish for 3 days, and on the 4th day he was out. In the same way, Jesus Christ was inside the tomb for 3 days and he was resurrected. So Yona's thing is called, or will also called resurrection. യോന തിമിംഗലത്തിൽ വായിന്ന് വെളി വന്നത് റിസറക്ഷൻ പറയാൻ പറ്റുമോ? ആണോ എന്ന് പറയാവുന്നതാണോ? അച്ഛാ, എനിക്ക് 2 ആൻസേഴ്സ് ഉണ്ട് അതിനകത്ത്. യോന മരിച്ചതായിട്ട് വി ഡോണ്ട് ഹാവ് എ റെഫറൻസ് ലൈക്ക് യോന വാസ് ഡെഡ്. കാരണം യോന അവിടെ നമ്മൾ കാണുന്നു, വി സീ ഹിം പ്രേയിങ് ഇൻസൈഡ് ദ ബെലി ഓഫ് ദ ഫിഷ്. അവിടെ നയ്യം വിളിച്ചതായിട്ട് പറയുന്നുണ്ട്. ആ കഥയ്ക്കകത്ത് പറയുന്നത് 3-ാമത്തെ ദിവസം കരയിൽ കൊണ്ടുവന്നിട്ട് ഛർദ്ദിച്ചു എന്നാണ് പറയുക. അപ്പം നമുക്ക് ആ സെൻസിൽ അതിനെ റെസറക്ഷൻ ആയിട്ട് വായിക്കാൻ പറ്റുകയില്ല. പക്ഷെ നമുക്ക് ചേർത്തൊരു കാര്യം വായിക്കാം. There were many resurrections even before Jesus. We have the resurrection of Lazarus. വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ലാസർ പുറത്തു വരുന്ന സമയത്ത് വസ്ത്രങ്ങൾ ചുറ്റിയവനായി അവൻ പുറത്തു വന്നു. കർത്താവ് പറയുന്നുണ്ട് അവന്റെ വസ്ത്രങ്ങൾ അഴിച്ചുവിടുക. ഭയങ്കര ഒരു സിംബോളിക്ക. പക്ഷെ യേശുക്രിസ്തു പുറത്തു വന്നപ്പോൾ അവന്റെ വസ്ത്രങ്ങൾ മാറിക്കിടക്കുകയായിരുന്നു. അതായത് ലാസറസ് പുറത്തു വന്ന ലാസറസ് വീണ്ടും മരിച്ചിട്ടുണ്ട്. യോനയുടെ അത് റിസറക്ഷൻ ആണെങ്കിൽ പോലും യോന വീണ്ടും മരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന യേശുക്രിസ്തു മരിച്ച സമയത്ത് അനേകം വിശുദ്ധർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും വീണ്ടും മരിച്ചിട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് യേശുക്രിസ്തുവിന്റെ റിസറക്ഷൻ, കാരണം യേശുക്രിസ്തുവിന്റെ റിസറക്ഷൻ അത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം വേണമെങ്കിൽ പറയാം, ദ ഫോർടൈസ്റ്റ് ഓഫ് ദ ഫൈനൽ റിസറക്ഷൻ. അതിനു മുമ്പ് പലരും മരിച്ചിട്ടുണ്ടാവാം, ചിലർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടാവാം. അതാണ് എന്റെ ഒരു ആൻസർ അതിനകത്ത് വരുന്നത്. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ആർക്കും ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഓക്കെ തിരുമേനി, ഒറ്റ വാക്കില് ബഹുമാനപ്പെട്ട ബ്രിൻസ് മാത്യു അച്ഛനോടുള്ളതായ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഞാൻ ആദ്യം ഓർപ്പിച്ച പ്രകാരം നമ്മുടെ ഹെർമേനിയ ബൈബിൾ ക്ലാസിന്റെ ഒരു